ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമസന്ധ്യ സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കുണ്ടറയിൽ നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവോത്ഥാന പോരാട്ടത്തിന് ശിലപാകിയത് മഹാത്മാ അയ്യൻകാളിയാണെന്ന് MLA പറഞ്ഞു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വില്ലുവണ്ടി യാത്രയും വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി നടത്തിയ കാർഷിക വിപ്ലവ സമരവുമാണ് കേരളത്തിൽ നവോത്ഥാന പോരാട്ടത്തിന് ശിലപാകിയതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA അഭിപ്രായപ്പെട്ടു. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമസന്ധ്യയുടെ ജില്ലാതല ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മാത്രമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടിയാണ് പാലക്കാട്. ഇന്ത്യയിൽ ആദ്യം. അവിടെ 100 സീറ്റ് ഉണ്ട്. സാധാരണ മെഡിക്കൽ കോളേജുകളിലെല്ലാം 100 സീറ്റ് ഉണ്ട്. അതിലെ എത്ര സീറ്റാണ് പട്ടികജാതി സംവരണം? 10 സീറ്റ് അല്ലേ? ബാക്കി ജനറൽ വിഭാഗത്തിലാണ്. സ്വാഗത സംഘം ചെയർമാൻ G. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകയും MLA സഹായത്താൽ അവിടെ 36 ലക്ഷം രൂപയുടെ പദ്ധതി പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടത്തുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകും. അതുപോലെ നമ്മളിവിടെ ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് ഒരു കുടിവെള്ള പദ്ധതി കഠിനാവൈക പ്രദേശത്ത് പദ്ധതി ഫണ്ട് അനുവദിച്ചെങ്കിലും അതിൻ്റെ തുടർ നടപടികൾ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പറുടെ കാലത്തായിരുന്നു. ഇന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. ആ വിഷയം MLA കണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ MLA അത് നിയമസഭയിൽ അത് ഉന്നയിക്കുകയും അത് പഞ്ചായത്ത് ഭരണസമിതിയാണ് അക്കാര്യം ചെയ്യേണ്ടതെന്ന് MLAക്ക് അത് മറുപടി വരികയും ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി. കുരിപ്പള്ളി സലീം, K. ബാബുരാജൻ, G. വിനോദ് കുമാർ, N. പത്മലോചനൻ, N. ബൈജു, കരവാളൂർ സോമൻ, G. ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ആശാവർക്കർ ശ്രീജ, തിരുവോണം സംഘകൃഷി യൂണിറ്റിലെ അംഗങ്ങളായ ഗീത, ശാന്ത, രമണി, കുഞ്ഞുമോൾ എന്നിവരെ PC വിഷ്ണുനാഥ് MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.